സുധിയുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ലാതെ നിൽക്കുന്ന നിരഞ്ജനയെ അമ്മ ഉപദേശിക്കുന്നു. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് നിനക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. സുധി അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് നടരാജനോട് പറയുന്ന ശബരി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതായി ജയന്തി അറിയരുത്. സുധിയുമായി നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് സ്നേഹപ്രഭയോട് പറയുന്ന നിരഞ്ജന. ആ വിവരം അച്ഛനും അമ്മയും അറിയാനും പാടില്ല. തനിക്കൊരു അമ്മയാകാനുള്ള കഴിവില്ല എന്ന് നിരഞ്ജന സുധിയോട് പറയുന്നു. ഇനിയൊരു വിശദീകരണം വേണ്ടല്ലോ. വേണ്ട. രാത്രി മഴ തുടരുന്നു. മോളെ, ഇതെന്താ അച്ഛാ? നാളത്തെ കാര്യത്തിനാ മോളെ. കുറെ ബേക്കറി പലഹാരങ്ങളാ, കുറച്ച് പഴവും വാങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂരെന്നാണോ പയ്യൻ വരുന്നത്? അത് ഞാൻ പറഞ്ഞല്ലേടി, അവൻ അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുവാ. എന്താ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അല്ല, അത് പിന്നെ എന്താടി ഒരു അത് ഇതും? എനിക്ക് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയല്ല ഇവള്. ഏറിയ 1 വർഷം, അത് കഴിഞ്ഞു പോരെ വിവാഹം എന്നാ ഇവള് ചോദിക്കുന്നത്. പറഞ്ഞത് കേട്ടില്ലേ അച്ഛാ? 1 വർഷം കഴിഞ്ഞു മതി ഇവക്ക് കല്യാണം. ശ്യാമളെ, രാജപ്പൻ ഈ നാട്ടിൽ വന്ന് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചതാ. നീയായിട്ട് എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അറിയാലോ നിനക്കെന്നെ. 1 കൊല്ലം വരെ ഇവളെ ഇവിടെ വെച്ച് കാക്കണമെന്ന്. അതിനു മുമ്പ് ഇവളുടെ കഥകൾ ഈ നാട്ടിലെത്തിയ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇവളെന്താ പുറത്തിറങ്ങാത്തതെന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. അത് പേടിച്ചിട്ടാ ഇവളുടെ കെട്ട് ആദ്യം നടക്കട്ടെ എന്ന് ഞാൻ കരുതിയത്. ആർക്കും ഞാൻ ഒരു ദ്രോഹം ചെയ്യില്ല. എനിക്ക് ആ ജോലി കിട്ടും, അതല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. എന്നിട്ട് ബാക്കിയോട് പറയടി. ജോലി കിട്ടി കഴിയുമ്പോ നിനക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാ. അപ്പൊ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. അവൻ കാത്തിരിപ്പുണ്ടാവുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. അല്ല മോളെ, ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. നിന്നെ എങ്ങനെ വിശ്വസിക്കോടി? നീ ടെസ്റ്റിന് പോയ കഥ ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. കൂട്ടുകാരിയും അവളുടെ അച്ഛനും അമ്മയും ഉണ്ടെന്നല്ലേടി കള്ളി നീ പറഞ്ഞത്. അവന്റെ കൂടെ ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോ നീ ഇവളെ വിളിച്ച് പറഞ്ഞതെന്താ? അവർക്കൊപ്പമാണെന്ന്. എന്നിട്ട് അച്ഛൻ നിൽക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ല, ഓലി കിട്ടിയിട്ട് നീ എന്ത് ചെയ്യുന്ന? ഞങ്ങളെ സംരക്ഷിക്കോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇവളുടെ വാക്ക് കേട്ട് ആരെങ്കിലും തുള്ളിയ ഞാൻ എന്റെ വഴി നോക്കി പോവും. നീ എന്തു വഴിയാടി നോക്കുന്ന? അതോടെ അങ്ങ് പറ. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ഇവൾക്ക് മുമ്പേ ആരുടെ കൂടെയെങ്കിലും എനിക്ക് ചാടി പോവായിരുന്നു. ഞാനത് ചെയ്യാത്തതെന്താ? എന്റെ അച്ഛനെ ഓർത്ത്. പോരാത്തതിന് ഒരു അനിയത്തി ഉണ്ടെന്നുള്ള ബോധം ഉള്ളതുകൊണ്ട്. മതിയൊന്ന് നിർത്ത, നാട്ടുകാരെ കേൾപ്പിക്കണ്ട. അതേ എനിക്കും പറയാനുള്ളൂ. ഞാൻ അവിടുത്തെ ഈ നാട്ടുകാരെ ഈ വീടിന് മുമ്പിൽ തടിച്ചു കൂടും. ഇതൊക്കെ കേട്ടിട്ട് ക്ഷമിക്കുന്നത് അതുകൊണ്ടാ. ഏതായാലും എനിക്കിനി അവരോട് വരണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല. ആ പയ്യനും കൂടി അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അവർ രാവിലെ എത്തും, ഇവളെ കെട്ടിട്ട് പോവുകയും ചെയ്യും. അവരുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. പെൺപിള്ളാരുടെ വീട്ടില് പെണ്ണു കാണലൊക്കെ പതിവാ. അതൊക്കെ ഒരു ചടങ്ങായിട്ട് കണ്ടാൽ മതി. രാജപ്പൻ എത്രയും മര്യാദക്കാരനായി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കുറച്ച് തിരിച്ചറിവുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ നാട്ടിൽ രാജപ്പനൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ എന്നെ ആരും നിർബന്ധിക്കാതിരുന്നാൽ എല്ലാവർക്കും കൊള്ളാം. നീ കയറിപ്പോ. നീ എന്തിനാടി വാല ഇവിടെ നിൽക്കുന്നേ? കൂടെ ചെല്ലടി. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെൺപിള്ളാരുമായിട്ട് മാന്യമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കൂടെ നിന്നോണം. ഇനി അവളുടെ വക്കാലത്തുമായി വന്നാലുണ്ടല്ലോ, എന്റെ കയ്യിലെ ചൂടുന്നേറി. അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് ഈ അമ്മയാ. അമ്മയ്ക്കിത് പറയേണ്ട വല്ല കാര്യമുണ്ടോ അച്ഛാ? വളം വെച്ച് വളർത്തട്ടടി. ഇനി അവൾ എത്ര വളരാനാ? നാളെ അവൻ വരട്ടെ, വേരോടെ പിഴുതോണ്ട് പോവില്ലേ? അല്ല, അച്ഛനിന്ന് പച്ചക്കാണല്ലോ, എന്ത് പറ്റി? കൂടാനൊന്നും നിന്നില്ല മോളെ, ഒരെണ്ണം വാങ്ങിക്കൊടുക്ക് പോകുന്നു. അതാ അച്ഛ അന്തസ്. അച്ഛനിരിക്കെ, ഞാനേ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം.
അച്ചുവേച്ചി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ മനസ്സിൽ എന്താ? എല്ലാവർക്കും ഞാനൊരു ഭാരമാണെന്ന് എനിക്കറിയാം. ആ ഭാരം നിറക്കി വെക്കാന് ചിറ്റപ്പനും കുഞ്ഞമ്മയും ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്കൊരു ജീവിതം കിട്ടാനല്ല. വെറും 1 വർഷത്തെ സമയം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങളെ ചതിച്ച് സുധിക്കൊപ്പം പോകാനാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരണമായിരുന്നു. ഒരു തെറ്റെനിക്ക് സംഭവിച്ചു. അത് തിരുത്താനാണ് ഞാൻ ശ്രമിച്ചത്. കുത്തുവാക്കുകളും പരിഹാസങ്ങളും കൊണ്ട് മനസ്സ് നോവിക്കുമ്പോൾ അത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് കണ്ടത്. എല്ലാം സഹിച്ചും അനുസരിച്ചും കൂടെ നിന്നിട്ടും ഇനിയും എന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് പലവട്ടം ഞാൻ അച്ചുവേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? ആർക്കു വേണ്ടി അച്ചുവേച്ചി ജീവിക്കുന്നത്? ഈ കുടുംബത്തിന് വേണ്ടിയോ? എന്നാ ഇവിടെ ആർക്കും എന്റെ അച്ചുവേച്ചി വേണ്ട. ആവശ്യം കഴിഞ്ഞ ചേച്ചിയെ കൈയൊഴിയ എല്ലാരും. അമ്മ പോലും അതിന് കൂട്ടി നിൽക്കുന്നു. അപ്പോഴും ചേച്ചി മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനോട് ക്രൂരത കാണിക്കുന്നു. സ്നേഹത്തിന്റെ യഥാർത്ഥ വില ചേച്ചി മനസ്സിലാക്കുന്നില്ലെന്ന സങ്കടമാണ് എനിക്ക്. സുധിയുടെ കാര്യം നീ ഇനി പറയണ്ട മോളെ. നിങ്ങളെ കുരുതി കൊടുത്ത് എനിക്കൊരു ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ചതാ. ഞാൻ അതിന് ശ്രമിച്ച പിന്നെ ഈ അർച്ചനയില്ല. എന്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ഇനി ഒരാൾ എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. എനിക്കെന്നല്ല, ഒരു പെണ്ണിനും അതിന് നിന്നു കൊടുക്കാൻ പറ്റില്ല. ചെയ്യേണ്ടത് എന്താന്ന് എനിക്കറിയാം. അച്ചുവേച്ചി, ഞാൻ അല്പനേരം തനിച്ചിരുന്നോട്ടെ മോളെ. നീ എന്താടി പറഞ്ഞേ? അമ്മയൊന്ന് പതുക്കെ. രേവതി ചേച്ചി ഇത് കേക്കണ്ട. അർച്ചന എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? എനിക്കറിയില്ല അമ്മേ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നാണോടെ? ഒരിക്കലും അതല്ല. ഇപ്പോഴും അമ്മ ആ വഴിക്ക് ചിന്തിക്കുന്നത് സങ്കടം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ. അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല. ഒരു വീട് സ്വന്തമായെന്ന് സന്തോഷിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായെന്ന് അമ്മയെങ്കിലും ഒന്ന് ഓർക്കണം. സത്യത്തിൽ അച്ചുവേച്ചിക്കൊരു ജീവിതം ഉണ്ടായി കാണാനാണോ ഇപ്പൊ ഈ വിവാഹാലോചനയായിട്ട് അച്ഛൻ വന്നത്? അമ്മ അങ്ങനെ കരുതുന്നുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ? ഇതിലെന്തോ ചതിയുണ്ട് അമ്മ. രേവതി ചേച്ചി പെട്ടെന്ന് അച്ഛന്റെ ഭാഗം പിടിച്ചത് അമ്മ കണ്ടതല്ലേ? എന്തോ വലിയ അപകടത്തിലേക്കാ അച്ചുവേച്ചി അച്ഛൻ തള്ളിവിടുന്നത്. വിവാഹം നടത്തുന്നത് അപകടമാണോ? അവളെ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പറഞ്ഞു വിടുന്നതല്ലല്ലോ. ആർക്കാ വിവാഹം കഴിച്ചു കൊടുക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ? പയ്യൻ ലോറി പണിക്കാരനാണെന്നാ പറഞ്ഞ, അല്ലാതെ കളക്ടറെയും ഡോക്ടറെയും ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുമോ? വല്ല കുടിയനോ ആഭാസനോ അങ്ങനെ ആരെങ്കിലും ആവും. ആണുങ്ങളെ അങ്ങനെ ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ല. അച്ചു ചേച്ചി വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അമ്മ കരുതണ്ട. ആ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയില അച്ചു ചേച്ചി ജീവിക്കുന്നത് തന്നെ.
ജോലി കിട്ടിയാലും അച്ചുവേച്ചി നമ്മളെ വിട്ട് പോവില്ലമ്മേ. കുറച്ചു നാളത്തെ സാവകാശമെങ്കിലും അച്ചുവേച്ചിക്ക് കൊടുക്ക്. അത് പിന്നെ പയ്യനും കൂട്ടരും നാളെ ഇങ്ങോട്ട് വരുമെന്നല്ലേ അറിയിച്ചിരിക്കുന്നേ. അവരോട് വരണ്ടെന്ന് നിന്റെ അച്ഛനോട് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. മോളെ, നീ മറിച്ചൊന്നും പറയില്ലെന്ന് കരുതിയ അവരോട് ചിറ്റപ്പം വരാൻ പറഞ്ഞേ. നിന്റെ കാര്യത്തിൽ ആ മനുഷ്യന് താല്പര്യമുള്ളതുകൊണ്ടല്ലേ വിവാഹത്തിന് മനസ്സ് വെച്ചത്. എന്നിട്ടിപ്പൊ നീ വാശി പിടിക്കുന്നത് കഷ്ടമാ. ഒരുപാട് കാലമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഏറിയാൽ 1 വർഷം. അതിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുവരെ കുഞ്ഞമ്മേനെ നിർബന്ധിക്കരുത്. എനിക്കൊരു ജോലി കിട്ടിയെന്ന് കരുതി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. എനിക്ക് വേറെ ആരാ ഉള്ളത്? അമ്പിളിയെ നല്ലൊരു കോഴ്സിന് ചേർത്ത് പഠിപ്പിക്കണം. അവൾക്കൊരു ജീവിതം വേണ്ടേ? അതെന്റെ ആഗ്രഹ കുഞ്ഞമ്മേ. മോളെ, നിങ്ങളെ ചതിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയില്ല കുഞ്ഞമ്മേ. ഈ വീടും ഇവിടെയുള്ളവരും മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് നീ പറയരുത്. സാവകാശം ഞാൻ ചിറ്റപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഏതായാലും നാളെ ആ പയ്യനും കൂട്ടരും വന്നു പോട്ടെ. ഒരു പയ്യൻ വന്ന് കണ്ടുവെന്ന് വെച്ച് വിവാഹം നടന്നെന്നാണോ കരുതണ്ടേ? ആ ന്യായം വീണ്ടും പറഞ്ഞ് അമ്മ തടി തപ്പണ്ട. അവരോട് വരണ്ടെന്ന് പറയുന്നതല്ലേ നല്ലത്. അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേടി. അവര് പുറപ്പെട്ടു കഴിഞ്ഞു. ഇതിന്റെ പേരിൽ ഈ വീട്ടിലെ സമാധാനം ഇല്ലാതാവരുത്. അവര് വന്ന് പൊയ്ക്കോട്ടെ. ഞാൻ നിന്റെ ചിറ്റപ്പന്റെ കാല് പിടിച്ച് പറഞ്ഞു നോക്കാം. ഇപ്പോ സമാധാനത്തോടെ കിടന്നുറങ്ങും കേട്ടോ. ഇന്ന് വന്നേ. മുമ്പൊരു ഗുഡ് മോർണിംഗ് പറയുന്ന പതിവ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. നല്ല ദിവസമുള്ളവർക്കല്ലേ അത് ആശംസിക്കാൻ കഴിയും. നിന്നോടൊരു തർക്കത്തിന് വന്നതല്ല ഞാൻ. ഞാനും അതിന് തയ്യാറല്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാനങ്ങ് പോയേക്കാം. നാളെ രാവിലെ നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ഞാനത് ഉറപ്പ് കൊടുത്ത കാര്യ. നീ എന്റെ മകനാണെന്ന ഉറച്ച വിശ്വാസത്തിൽ. നീ എനിക്കൊരു അമ്മയുടെ സ്ഥാനം തരുന്നുണ്ടോന്ന് നാളെ ഞാൻ തിരിച്ചറിയും. ഞാൻ നിന്നെ കൊണ്ട് പോകുന്നത് ജസ്റ്റിസ് ഉണ്ണിത്താന്റെ വീട്ടിലേക്കാ, അദ്ദേഹത്തിന്റെ മകളെ കാണാൻ. എന്താ നിനക്കൊരു പരിഹാസഭാവം? മനുഷ്യരെത്ര വിഡ്ഢികളാണെന്ന് ഓർത്തു പോയതാ. കൊള്ളാം. ആരാ വിഡ്ഢിവേഷം കെട്ടി നടക്കുന്നതെന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത് നല്ലതാ. ഓ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, അത് തന്നെ ആശ്വാസം. സഹതാപം കൊണ്ട് ചിരിച്ചു പോയതാ. നിനക്ക് സഹതപിക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മകൻ ഒരു കുടുംബം ഉണ്ടായി കാണാൻ അമ്മ ആഗ്രഹിക്കാൻ പാടില്ലെന്നാണോ നീ പറയുന്നത്? ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ പ്രതീക്ഷകൾ മക്കളെ ഓർത്താ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയ ഒരു കാലം. അവൻ അച്ഛനോളം വളർന്ന പിന്നെ മോഹിക്കുന്നത് അവനൊരു കുടുംബജീവിതാ. പേരക്കുട്ടികളെ ലാളിക്കാനുള്ള ആ മോഹവും പൂർത്തിയായ പെണ്ണിന്റെ ജീവിതം സഫലായി. അമ്മ അതൊക്കെ മോഹിക്കുന്നത് തെറ്റാണോ? നിനക്ക് എന്നോടൊരു കടപ്പാടുണ്ട്. നിനക്ക് ജന്മം തന്ന അമ്മ എന്ന കടപ്പാട്. ആ കടപ്പാട് നീ വീട്ടേണ്ടത് അമ്മയ്ക്കൊരു പേരക്കുട്ടി തന്നിട്ടാ. ആ കടം വീട്ടാതെ നിനക്ക് പിന്മാറാനാവില്ല. നീ എന്തൊക്കെ ചെയ്താലും അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. ഒരു മകന്റെ കടമയാ അത്. ഇനി ഞാൻ കേൾക്കാൻ കൊതിക്കുന്നത് അമ്മേ എന്ന വിളിക്കല്ല, മുത്തശ്ശിന്നൊരു വിളിക്കാ. ഒരെതിർപ്പും പറയാതെ നാളെ നീ എന്റെ കൂടെ വരണം. ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. അപ്പോ അമ്മയുടെ മോഹം സഫലമാവും അല്ലേ?
കുലമഹിമയുള്ള കുടുംബ ജസ്റ്റിസ് ഉണ്ണിത്താൻ്റേത്. ആ കുടുംബത്തിലെ പെണ്ണിൽ വേണം പെരുമ്പടപ്പ് വിശ്വനാഥന് അനന്തരാവകാശി പിറക്കാൻ. അമ്മയുടെ മാത്രമല്ല, അച്ഛന്റെ സ്വപ്നങ്ങൾ കൂടി സഫലമാവും. എന്താ സംശയം? ഒരു സംശയവുമില്ല. നാളെ എനിക്ക് നിന്റെ മനസ്സിലുള്ള വില ഞാൻ തിരിച്ചറിയും. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കഥയറിയാതെ ആട്ടം കാണുന്നവർ. ആ, നീ അവരോട് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥലം കണ്ടിട്ട് അവർ പിന്മാറി പോകരുത്. എന്നാ ശരി, ബാക്കി കാര്യങ്ങളൊക്കെ നേരില്. ആ, അവരെ ആര്യങ്കാവിലെത്തി. കാർത്തിയാനിയാ വിളിച്ചത്. മുൻകൂട്ടി ഒരു സൂചന കൊടുക്കുന്നത് നല്ലതല്ലേടി? കാർത്തിയാനിയുടെ ആരാന്നാ നിങ്ങൾ പറഞ്ഞു? അത് അവളുടെ വല്യമ്മയുടെ മോനാ പയ്യൻ. വർഷങ്ങളായി അവർ കോയമ്പത്തൂരാ. കാർത്തിയായനി എന്ന് പറയുന്നത് നമ്മൾ അന്നൊരിക്കൽ കണ്ട സ്ത്രീയല്ലേ അമ്മ? ആ, അത് തന്നെ. അവളത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അവക്കെന്താണ് കുഴപ്പം? കണ്ടാലറിയില്ലേ, കുഴപ്പമേ ഉള്ളൂ. നീ എന്റെ വായുന്നവനെ കേൾക്കും. അവളോട് നന്നായിട്ട് ഒരുങ്ങിയിരിക്കാൻ പറയടി. കാർത്തിയാനിയുടെ ബന്ധുവാണോ അയാള്? കൊള്ളാം, നമ്മളെ കണ്ടതല്ലേ അവര്. അവരൊരു വൃത്തിയിട്ട സ്ത്രീയാ. നീ ഇപ്പൊ ഈ വിവരം അവിടെ കാതിച്ചെന്ന് പറയാനൊന്നും നിക്കണ്ട. അവര് വന്നിട്ട് പോയിക്കോട്ടെ. വന്നിട്ട് പോയത് തന്നെ. പെണ്ണുകളിൽ ചടങ്ങൊന്നും നടന്നു കിട്ടിയാ മതി. പിന്നെ ആരോടും ചോദിക്കാതെ അച്ഛൻ വിവാഹം അങ്ങ് ഉറപ്പിക്കും. അത് നിനക്ക് എങ്ങനെ അറിയാം? സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അമ്മ നോക്കിക്കോ. അച്ചുവച്ചിക്കും അതറിയാം. എന്റെ ഈശ്വര, അവള് ഇറങ്ങി വരില്ലെന്ന് കാണും പറഞ്ഞോടി. ആ, എന്നാൽ ഇന്നിവിടെ ഒരു ലഹള നടക്കും. മോളെ, ഇതുവരെ ഒരുങ്ങിയില്ലേ? അവരാര്യങ്കാവ് കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങ് എത്തുമല്ലോ. ദൈവമേ, എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. മുടിയൊക്കെ ചെയ്യി കെട്ടി മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട. എടി അമ്പിളി, കൊള്ളാവുന്നൊരു സാരി എടുത്ത് കൊടുക്കടേ. നിനക്കെന്താ ചെവി കേട്ടുകൂടെ? ഇനി ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നീ എത്ര വാശി പിടിച്ചാലും ഈ ചടങ്ങ് നടന്നേ തീരൂ. കുഞ്ഞമ്മയല്ലേ പറയുന്നേ, പെട്ടെന്നാവട്ടെ. എടി, ഒരു സാരി നിനക്ക് ഇതുവരെ കിട്ടിയില്ലടി. ഇങ്ങോട്ട് കൊണ്ടുവാ. ആ, കൊടുക്ക്. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇത് പോരെ ചേച്ചി? വന്ന് കണ്ടിട്ട് പോട്ടേന്ന് കരുതാനേ പറ്റൂ. അച്ചുവച്ചി അതൊരു പെണ്ണ് കാണലായിട്ട് കാണാതിരുന്നാ മതി. ആരൊക്കെ വീട്ടിൽ വരുന്നു അതുപോലെ വന്നവർക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തെന്ന് കരുതിയാ മതി. ചേച്ചി സാരി ഉടുക്ക്, ഞാൻ അമ്മയൊന്ന് സഹായിക്കട്ടെ. ആ, അവൾ ഒരുങ്ങിയോ? അതോ മറ്റവനെ സ്വപ്നം കണ്ടിരിക്കുവാണോ? നീ ഒന്ന് ഒച്ച വെക്കാതിരിക്കുക. പറഞ്ഞു പാതി മനസ്സാക്കി വെച്ചിരിക്കുക. അവളെ പാതി മനസ്സെങ്ങോട്ട് പോയി? അതൊന്നും അറിയണമല്ലോ. നീ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അമ്മ ഇതാരെയായി പേടിക്കുന്നേ? അവളെയോ? എനിക്ക് അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് നിർത്ത്. അച്ഛൻ പലരുടെയും കാല് പിടിച്ചും കടം വാങ്ങിയും കല്യാണം നടത്താൻ കഷ്ടപ്പെടുമ്പോ അവക്ക് പാതി മനസ്സ് വന്നുപോലും. എനിക്കിത് കേട്ടിട്ട് വിറഞ്ഞു വരുവാ. കല്യാണം നടത്തിക്കാൻ ചേച്ചി ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. നീ മിണ്ടരുത് മരപ്പട്ടി. കേട്ടതിന് ഞാൻ മറുപടി പറയും. എന്തിനാടി അവളുടെ വാലായിട്ട് ഇങ്ങനെ നടക്കുന്നേ? അവക്കൊരു ഓലി കിട്ടുമ്പോ പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ നിന്നെ വശത്താക്കി വെച്ചേക്കുന്നേ? അതവളുടെ സ്വപ്നോ. ഒരു ജോലി അവക്ക് കിട്ടാൻ പോകുന്നില്ല. ഒടുക്കം ഞങ്ങളെ നിനക്ക് കാണൂ. ഞാൻ അതങ്ങ് സഹിച്ചോളാന്ന് എത്ര വട്ടം പറഞ്ഞു. നിങ്ങളൊന്ന് നിർത്ത്. അവരിങ്ങ് എത്താറായി. നീജനെ അവളോട് പറഞ്ഞേക്ക്. എന്റെ അച്ഛനെ നാണം കെടുത്താനാ അവളുടെ തീരുമാനമെങ്കിൽ ഇന്നത്തോടെ അവളുടെ ഇവിടത്തെ ജീവിതം അവസാനിക്കും. ഇവിടെന്ന് അവന്റെ അടുത്തേക്ക് പോകാമെന്ന ഒരു മോഹവും നടക്കാൻ പോകുന്നില്ല. അതിന് മാത്രം മണ്ടനല്ല അച്ഛൻ. പിന്നെ എന്ത് ചെയ്യാന്നാ? കൊല്ലൂ. ആരുടെയെങ്കിലും കയ്യിലെ ഞാൻ അവളെ പിടിച്ചു കൊടുക്കും. നായ്ക്കളെ വണ്ടിയിൽ കയറ്റി ആളുകൾ ദൂരെ കൊണ്ട് കളയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ. എനിക്ക് ജീവിക്കണം. അവളെയും പേടിച്ച് ഈ മലയിൽ കിടന്ന് ജന്മം കളയാൻ എനിക്ക് പറ്റില്ല. നല്ലൊരു പയ്യനെയാ അച്ഛൻ അവക്ക് വേണ്ടി കൊണ്ടുവന്നത്.
25 പവനും 5 ലക്ഷം രൂപ സ്ത്രീധനവും സ്വപ്നം കാണാൻ പറ്റുന്നതാണോ അത്? പുറങ്കാലു കൊണ്ടത് തട്ടിക്കളയാനാ ഭാവമെങ്കിൽ അവളെ ആർക്കെങ്കിലും വിൽക്കുന്നതാ നല്ലത്. കുറച്ച് കാശെങ്കിലും കിട്ടും. ഛെ, അസത്തെ എങ്ങനെ പറയാൻ തോന്നടി നിനക്ക്? അവളെ കൊണ്ടേ സഹിക്കാവുന്നതിനപ്പുറമായി. ഇനി എന്നെ കൊണ്ട് വയ്യ. ഞാൻ ആളിനെ പരിചയപ്പെടുത്തണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ട് കാണുകയാ. ആര്യങ്കാവിന്ന് ഇങ്ങോട്ടുള്ള റോഡ് കുറച്ച് മോശമാ. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച ഒരുപാട് വഴിയെ പോയിട്ടുള്ളതല്ലേ ഈ രാഘവൻ. ഇവളുടെ വാക്ക് കേട്ടാ ഇങ്ങനൊരു വേഷം കെട്ടേണ്ടി വന്നത്. എനിക്കൊന്നും ശീലമുള്ള കാര്യമല്ല. കൊടുക്ക മറ്റടുത്ത പണി കാണിക്കരുത്. നീ ഒന്ന് അടങ്ങി രാഘവ. നിന്നെ കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങോട്ട് വരില്ലല്ലോ. കേറി വാ, അകത്തോട്ടിരിക്കാം. വാ. വരണം, ഇരിക്കാം. ചേച്ചി, അവര് വന്നു. പിന്നെ അയാളെ കണ്ടാൽ തന്നെ പേടിയാവും. കാഴ്ചയിൽ ഒരു ഗുണ്ടെ പോലെ ഉണ്ട്. അർച്ചന ഇതുവരെ റെഡിയായില്ലേ? ഒന്ന് വേഗമാട്ടെ, അവരെത്തി. അയാളാണോ ചേച്ചി കാണാൻ വന്നെ? ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ കണ്ടു. ഒരു വൃത്തികെട്ടവൻ, ഗുണ്ട തന്നെ. ഇങ്ങനെ ഒരുത്തിനെ വിളിച്ചോണ്ട് വരാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു? മിഠായി വേണ്ട, അച്ചുവേച്ചി അയാളുടെ അടുത്തേക്ക് പോണ്ട. നിനക്ക് എന്താണ് നാശം? ഭ്രാന്ത് പിടിച്ചോ? അച്ചുവേച്ചി ഞാൻ വിടില്ല. അച്ചുവേച്ചി അയാളെ കാണണ്ട. Yeah.